യെസ്, എന്താ ജയ? പപ്പിമോളെ, ഇത് ഷിബു. ഒരു നിത്യ രോഗിയാണ്. എൻ്റെ അറിവിൽ ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ രോഗി അവനാണ്. ഓ പാവം. അപ്പോൾ മോളൊന്ന് ചികിത്സിച്ചൊന്ന് അവന്. നമസ്കാരം പറഞ്ഞ. നമസ്കാരം പപ്പിമോളെ. ഡോക്ടർ പപ്പിമോള്. ഡോക്ടർ പപ്പിമോളെ. നമസ്കാരം. എന്താ ഇയാളുടെ ജോലി? ഞാൻ ഗുണ്ടയാണ്, ഗുണ്ട. ഇത്രയും രോഗമുള്ള താനാണോ ഗുണ്ട? അല്ല, പേരന് ഗുണ്ട തന്നേ ഉള്ളൂ. ഉള്ളം കാല് മുതൽ ഉച്ചം തലവരെ അവന് രോഗമാണ്. ജയ, ആക്ച്വലി ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റാ. നമുക്ക് പിന്നൊരു ദിവസം ഹെൽപ്പ് ചെയ്യാം. അയ്യോ, പൈസക്കല്ല വന്നത്. പിന്നെ ഇവനെ ഒന്ന് ചികിത്സിച്ചൊന്ന് റെഡിയാക്കണം. ചികിത്സിക്കാനോ? ഞാനോ? ഓ ജയ, എനിക്ക് ചികിത്സിക്കാനൊന്നും പറ്റില്ല. എൻ്റെ മോളെ പിന്നെ എങ്ങനെ ഡോക്ടറായത്? അതല്ല, ഇവനെ ചികിത്സിച്ച് ഭേദമായി കഴിഞ്ഞാൽ ഇവൻ ഈ ഏരിയ മൊത്തം നടന്നു നിന്ന് മോളെ പേര് പറയും. പിന്നെ ഇവിടെ ക്യൂ നിൽക്കും രോഗികൾ. അറിയാമോ? അല്ലേടാ? പിന്നെ ഞാൻ അവിടെ ഫ്ലെക്സ് വയ്ക്കും, ഫ്ലെക്സ്. എന്നിട്ട് അതിൽ എഴുതി വയ്ക്കും, ഡോക്ടർ പപ്പിമോളാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയും. കേട്ടാ എനിക്ക് അമ്മനെ വയ്ക്കും. ജയ, ഞാനതിപ്പോൾ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ജയ, ഞാൻ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് പാരാസൈക്കോളജിയിലാണ്. ആരെ വയ്ക്കാനാ? അതായത് ഇറ്റ്സ് ഹോണർ. അതായത് ഒരു അവാർഡാണ് എനിക്ക് കിട്ടിയത്. ഓണറാ? യാത് ഓണർ? ഹൗസ് ഓണറാ? അല്ല ജയ, പാരാസൈക്കോളജിയിലാണ് ഞാൻ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. അതായത് ഈ ഭൂത പ്രേത പിശാചുകളെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ എനിക്കുള്ള ചികിത്സിക്കാനൊന്നും പറ്റില്ല. പിന്നെ എന്തിനാണ് ഡോക്ടർ എന്ന് പറഞ്ഞത്? ചികിത്സിക്കാതെ പിന്നെ എന്തിനാ ഡോക്ടറായത്? സി ജയ, വേണമെങ്കിൽ ഷിബു മരിച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നോളൂ. ഞാൻ അയാളെ ജീവിപ്പിക്കാം. അതെന്നെ കൊണ്ടുപറ്റും. അല്ല മോളെ, അതല്ല. സി ഷിബു, നിങ്ങൾ വൺസ് മരിച്ചിട്ട് എൻ്റെ അടുത്ത് വരും. ഞാൻ നിങ്ങളെ ജീവിപ്പിക്കാം. ഓക്കെ? ഇപ്പം എനിക്ക് മെഡിറ്റേഷൻ്റെ സമയമായി. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോണം. ഡേയ്, നീ എന്നെ ചികിത്സിപ്പിച്ചത് വിളിച്ചോണ്ട് ചെയ്യുന്ന? എനിക്കല്ല ചികിത്സ വേണ്ടത്, അവക്കാണ്. അവക്ക് കൊണ്ടുപോകും ചികിത്സ. അല്ല ചികിത്സ തരാതെ ഞാൻ പോകൂല, ഇവിടുന്ന് പോകൂല. കേട്ടാ? കൊള്ളാല്ലേ? ഇടേ, അത് നീ അങ്ങനെ പറഞ്ഞ അങ്ങനെ. നീ പോ, ഞാൻ വേറെ എന്തെങ്കിലും. എങ്ങനെ പോകാനൊന്നുമില്ല, ഞാൻ ചികിത്സ കിട്ടിയിട്ടേ പോകും. നീ വെറുതെ എൻ്റെ കത്തി എടുത്തില്ലല്ലോ. കത്തിക്ക് പണി ഉണ്ടാകല്ലേ? നീ എന്തിനാ ഒന്ന് പറഞ്ഞ രണ്ടിന് കത്തി എന്ന് പറഞ്ഞു? നിന്റെ അസുഖം മാറാൻ വേണ്ടിയില്ല ഞാൻ കഷ്ടപ്പെടുന്ന ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ വന്ന് ചത്തിട്ട് വരാൻ പറയണം. ഞാൻ പോയി ചാവണോ? അങ്ങനല്ല ഉദ്ദേശിച്ചത് ഡോക്ടർ പപ്പി. അങ്ങനെയല്ലെന്ന്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പൊ എണീക്ക്. ഇല്ല, പോകൂല. അമ്മേനെ പോകൂല. എടാ, നീ ഇപ്പൊ പോ, ഞാൻ എന്നോട് വഴി ഉണ്ടാക്കാം. ഇല്ല, പോകൂല. തെറ്റപ്പ്. നീ ഇങ്ങനെ ഇവിടെ അങ്ങനെ കയറി ഇരിക്കാൻ പറ്റൂലേ? അത് പിന്നെ ചികിത്സിച്ചിട്ടേ പോകും. നീ എന്തോ ഇങ്ങനെ അടം പിടിച്ച ചികിത്സിച്ചിട്ടേ ഞാൻ പോകണുള്ളൂ.